ചെറിയ പച്ചക്കറി തോട്ടമാണ്. ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. മിക്കവാറും ത്രൂ ദി ഇയർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പച്ചക്കറികൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മുഖ്യമായിട്ടും നമ്മൾ ചെയ്യുന്നത് ചുവന്ന ചീര. ഇത് മൊത്തം ത്രൂ ദി ഇയർ എല്ലാ വർഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ പച്ച ചീരയുണ്ട്. ചീര തൈയാണ്. ഇത് നമ്മുടെ പാലക്കാണ്, സ്പിനിച്ച്. അത് ഏകദേശം തീരാറായി. ഏകദേശം ഇത് ഇല പിച്ചിക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പം 4 മാസമായ ചെടിയാണ്. പിന്നെ നമ്മൾ സീസണൽ വെജിറ്റബിൾ ഇപ്പം തണുപ്പ് സമയത്ത് ചെയ്യാറുള്ളത് ഇത് കോളിഫ്ലവർ, ഇത് ക്യാബേജ് ആണ്. ക്യാബേജ് ഉണ്ട്, അപ്പുറത്ത് കോളിഫ്ലവർ. ക്യാബേജും കോളിഫ്ലവറും തണുപ്പത്ത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇത് ഏകദേശം ഒരു ഒക്ടോബർ എൻഡ് ആയപ്പോൾ നവംബർ ഫസ്റ്റ് വീക്കിലൊക്കെ ഇട്ട തൈയാണ്. ഏകദേശം പകുതി വളർച്ച ആയിട്ടുണ്ട്. ഏകദേശം ഒരുവിധം മീഡിയം സൈസുള്ള കോളിഫ്ലവേഴ്സ് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. മിക്കവാറും ഒരു വിന്റർ സീസണിൽ നമുക്ക് ഏകദേശം 2 പ്രാവശ്യം ചെയ്യാൻ പറ്റും. ഇതൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെറിയാണ്, തൈയാണ്, മൊത്തം വളർന്നിട്ടില്ല. നമ്മളിപ്പോൾ വെച്ചിട്ട് ഏകദേശം 2 വർഷമായി. ഈ കഴിഞ്ഞ സീസണിൽ ഏകദേശം 10-15 പഴം കിട്ടി. നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു. വെണ്ട നമ്മുടെ ഈ എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ത്രൂ ദി ഇയർ കാണും. ഇപ്പോൾ ഇതുണ്ട്, എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു പച്ചക്കറി. ഇത് ക്യാബേജ് ആണ്, ഉണ്ടായി വരുന്നു. ക്യാബേജ് ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വിന്ററിൽ മാത്രം ചെയ്യുന്ന പച്ചക്കറിയാണ്. പിന്നെ ക്യാബേജിന്റെ വേറെ വെറൈറ്റിയാണ് ഇത്, ഈ ചുവന്ന. ഇത് വളരെ നല്ല ടേസ്റ്റുള്ള ഒരു ക്യാബേജിന്റെ വെറൈറ്റിയാണ്. പിന്നെ അതുപോലെ തക്കാളി ത്രൂ ദി ഇയർ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ്. തക്കാളി ഇപ്പം ഉണ്ടായി വരുന്നു. ഇതെല്ലാം വലിയ ചെറിയ കെയർ കൊടുത്താൽ മതി. ഞാൻ പൊതുവേ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ വേമി കമ്പോസ്റ്റ്, ഇങ്ങനെ വളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. വെള്ളം നനയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റിംഗ് പ്ലാന്റ് ആണ്. ഇതും വളരെ നല്ല ഉപയോഗമുള്ള സാധനം. സോളാർ ഇലക്ട്രിസിറ്റി വേണ്ടിയിട്ട് സോളാർ പാനൽസും വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തോട്ടം. പിന്നെ വേറെ വെറൈറ്റി പച്ചക്കറികൾ ഞാൻ നടാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതില്ല. ബീറ്റ്റൂട്ട് ഉണ്ടാകാറുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടാകാറുണ്ട്. അത് ഇപ്രാവശ്യം വെച്ചിട്ടില്ല. പിന്നെ പാവല്, പടവലം, അങ്ങനെയുള്ളതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. നല്ല ഒരു ഒക്കുപ്പേഷൻ, നല്ല നമ്മുടെ സമയം പാസ് ചെയ്യാൻ നല്ലൊരു ആക്ടിവിറ്റിയാണ്. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ, നമുക്ക് വിഷവും മാലിന്യമൊന്നും ഇല്ലാത്തുള്ള പച്ചക്കറികൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം. വേദു എന്നെ ഈ പച്ചക്കറിയിൽ എൻ്റെ കൊച്ചുമോനാണ്, സഹായിക്കാറുണ്ട്. വേദാന്ത് ക്ലാസ് 2 പഠിക്കുന്നു.